വ്യൂവേഴ്സിനും ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 ഇന്നത്തെ ഈ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. വിജയ് പാൽ, റിമി ടോമി ആൻഡ് അരുന്ധതി ചേച്ചി. ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 സെക്കൻഡ് സ്റ്റേജ് ഓഫ് കോമ്പറ്റീഷൻ ആണ് ഈ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇന്നത്തെ ഈ ഫ്രഷ് എപ്പിസോഡിൽ നമ്മുടെ ഫസ്റ്റ് കണ്ടസ്റ്റന്റിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സിംഗ് വിത്ത് പിയാനോ റൗണ്ടിൽ ഈ വേദിയിലേക്ക് വരാൻ പോകുന്നു അദ്വൈത്. ലെറ്റ്സ് ഗിവ് ഇറ്റ് അപ്പ് ഫോർ അദ്വൈത്. അദ്വൈത്, ഹായ്, വെൽക്കം ബാക്ക്. സെക്കൻഡ് സ്റ്റേജിലെത്തി. ഇന്ന് പിയാനോ റൗണ്ടില് ഏത് സോങ്ങാ പാടാൻ പോകുന്നത് പറയണ്ട, നമുക്ക് പാരന്റ്സിന് അടുത്ത് ചോദിക്കാം. അല്ലേ? ആരെടുത്ത് ചോദിക്കണ്ടേ? അച്ഛനടുത്ത് ചോദിക്കാം. വേണ്ട, അമ്മ എടുത്ത് ചോദിക്കാം. അയ്യോ, അപ്പൊ അമ്മയാ ഫേവറേറ്റ്? അങ്ങനൊന്നുമില്ല. അല്ല, എന്നാ ഇന്ന് പറയണം. ഇല്ല, ഒരു ചേഞ്ച് ഒന്നുമില്ല. ഇന്ന് പറയണം. ഇന്ന് നമുക്ക് തീരുമാനമാക്കണം ആരെയാണ് ഏറ്റവും ഇഷ്ടം, അച്ഛനെയാണോ അമ്മയാണോ? എന്നാലേ പാടാൻ വിടൂ. എനിക്ക് അമ്മയും അച്ഛനെയും ഒരുപോലെ ഇഷ്ടം. ആണല്ലേ? എന്നാ അച്ഛൻ പറഞ്ഞോട്ടെ, പാവം. അമ്മ പറഞ്ഞോളൂ, ഇന്ന് ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? സമയമായില്ല പോലും എന്ന ചിത്രത്തിലെ ഒൻവി സാർ എഴുതിയ സൽദ സംഗീതം കൊടുത്ത ശ്യാമമേഘമേ നീയൻ പ്രേമദൂതമായി. പിന്നെ ഒരു കാര്യം, മേഘന ഈ പാട്ട് മോൻ തനിയാണ് പഠിച്ചത്. ഈ പാട്ടുകൾ പഠിക്കുന്ന എല്ലാം തനിയാണ്. അപ്പൊ അവന് ഭയങ്കര ഡൗട്ടാണ് എന്തൊക്കെ പറയും. പക്ഷെ അവനിങ്ങനെ എടുത്തിട്ട് തനിയെ ഒരു ലൈൻ എടുത്ത് പഠിക്കുക. അതുകൊണ്ട് ഒരുപാട് ഇത് ഉണ്ടാവും, പരിമിതികൾ. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇനിയിപ്പോ വലുതായി കഴിഞ്ഞാൽ അമ്മയോ അച്ഛനും ഹെൽപ്പ് ചെയ്യാനുണ്ടാവുമല്ലോ, ഇപ്പോഴേ ശീലിച്ചോളൂ അല്ലേ? ഓക്കെ അദ്വൈത്, നന്നായിട്ട് പാടുക. ഞങ്ങളൊക്കെ കാത്തിരിക്കുകയാണ്. നല്ലൊരു പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കാൻ പറ്റട്ടെ. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. ശ്യാമ മേഘമേ നീയൻ പ്രേമ ദൂതുമായി ദൂരെ പോയി വരൂ. ശ്യാമ മേഘമേ നീയൻ പ്രേമ ദൂതുമായി പോയി വരൂ. എന്റെ ദേവി കേഴും ദൂര മന്ദിരത്തിൽ പോയി വരൂ. ശ്യാമ മേഘമേ നീയൻ പ്രേമ ദൂതുമായി ദൂരെ പോയി വരൂ. കാമരൂപ
ചില്ലുവാതിൽ പാളി നീക്കി മെല്ലെയൻ പേർ ചൊല്ലുമോ നീ? ചില്ലുവാതിൽ പാളി നീക്കി മെല്ലെയൻ പേർ ചൊല്ലുമോ നീ? നീൾമിഴിയാം പൂവിലൂറും നീർമണി കൈക്കൊള്ളുമോ നീ? ഓമലാൽ തൻ കാതിലെന്റെ ഓമലാൽ തൻ കാതിലെന്റെ വേദനകൾ ചൊല്ലുമോ? എന്റെ ദേവി കേഴും ദൂര മന്ദിരത്തിൽ പോയി വരൂ ശ്യാമ മേഘമേ നീ എൻ പ്രേമ ദൂതുമായി ദൂരെ പോയി വരൂ. എന്റെ ദേവി കേഴും ദൂര മന്ദിരത്തിൽ പോയി വരൂ ശ്യാമ മേഘമേ നീ എൻ പ്രേമ ദൂതുമായി ദൂരെ പോയി വരൂ. താങ്ക് യു. അദ്വൈത്, സ്പെൽ ബൗണ്ട് പെർഫോമൻസ്, ഒന്നും പറയാനില്ല. താങ്ക് യു. അത്രയും നല്ല ഫീൽ ആയിരുന്നു. മോൻ കലക്കി. താങ്ക് യു. ബട്ട് ഈ സോങ് സെലക്ഷനെ കുറിച്ചാണ് എനിക്ക് അറിയേണ്ടത്. ആരാണ് അമ്മ സെലക്ട് ചെയ്ത് തന്നു. പിന്നെ അനുവേട്ടൻ്റെ ചോദിച്ചപ്പോ അനുവേട്ടൻ പറഞ്ഞു പാടാം. അമേസിംഗ് സെലക്ഷൻ. അമ്മയ്ക്ക് ഒരു വലിയ കൈയടി കൊടുക്കാം. ഇനി നമുക്ക് മോന്റെ കമന്റ്സിലേക്ക് പോവാം. ഓക്കെ ജഡ്ജസ്. അദ്വൈത്, എന്താ സാർ? ഉഗ്രൻ സോങ് ആണ് കേട്ടോ. Thank you, sir. ആരാ കമ്പോസ് ചെയ്യുന്ന അറിയോ? അറിയാം, സലിൽ ചൗധരി. എഴുതിയത് ONV സാർ. ONV സാർ. ആകെ തോന്നിയത് കാമരൂപ എന്ന് പറയുന്ന ലൈൻ, കാമരൂ ആ മധ്യമമാണ്, വലിയ മധ്യമാണ് ആദ്യം. കാമരൂപ രണ്ടാമത്തെ ചെറിയ മധ്യം. അതാണ് അതിന്റെ ബ്യൂട്ടി. ആ പാട്ടിന്റെ ബ്യൂട്ടി തന്നെ അതാണ്. ആദ്യം വലിയ മധ്യം വന്നിട്ട് സാനിമാനി ചെറിയ മാ. അങ്ങനെ അത് മാറിപ്പോയി. ചരണത്തിലും അത് മാറി. അത് അടുത്ത പ്രാവശ്യം പാടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. പിയാനോയുമായിട്ട് നല്ല സിങ്ക് ആയിരുന്നു. അതിന് കുറച്ച് സ്ലോ ആയി പാട്ട്, അത് നന്നായി. പിയാനോ ആയിട്ട് വന്നപ്പോൾ അത് ഭംഗിയായി. റാൽഫിനും ബ്യൂട്ടിഫുൾ, എല്ലാം കൊണ്ടും നന്നായി കേട്ടോ. ഓക്കെ അദ്വൈത്, നല്ലൊരു പാട്ട് മോനെ. ശരിക്കും കണ്ണ് തട്ടാണ്ടിരിക്കട്ടെ, അത്ര ഫീലായിരുന്നു മോൻ പാടിയപ്പോ. അത്ര രസകരമായിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് ആസ്വദിച്ചു. എന്താ പറയാ, അത്രയും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു പാട്ടാണ് ദാസാറ്. ഇത് തിങ്സ് ഒക്കെ എന്ന് പറയണ പല ഭയങ്കര ടഫായിട്ടുള്ള സംഗതികളൊക്കെ മോന് കറക്റ്റ് അതല്ല കറക്റ്റ് വന്ന് പാടിയില്ലെങ്കിലും പക്ഷെ അതിന്റെ നോട്ടൊക്കെ കറക്റ്റ് ആയിട്ട് വളരെ ഒഴുക്കി അതില് ഒരു പ്രശ്നമില്ലാണ്ട് അത് കറക്റ്റായിട്ട് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഈ പ്രായത്തില് ഈ പാട്ടെടുത്ത് പാടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ നമിച്ചിരിക്കുന്നു. അത്ര ബുദ്ധിമുട്ടുള്ള ഒരു പാട്ടാണിത്. പിന്നെ സലിൽ ചൗധരി സാറിന്റെ സംഗീതം, ഈ പാട്ട് പ്രത്യേകിച്ച് ഇങ്ങനെയും കൂടെ കേൾക്കുമ്പോഴാണ്, ഓർക്കസ്ട്രേഷൻ ഒന്നുമില്ല, പിയാനോയിൽ മാത്രം കേൾക്കുമ്പോൾ അതിന്റെ ഒരു സുഖം നമ്മൾ കൂടുതൽ അനുഭവിക്കുന്നത്. റാൽഫിന് ഇടയ്ക്ക് വീണ്ടും വീണ്ടും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭയങ്കര രസമായിട്ട് വായിച്ചു റാൽഫിൻ. എനിക്ക് ഒത്തിരി ദൂതുമായി ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു മോൻ പാടി. അതേപോലെ എവിടെയൊക്കെയോ പോയി വരൂ എന്ന് പറഞ്ഞൊരു സംഭവം, അതൊക്കെ മോൻ നല്ല രസമായിട്ട് പാടി. പിന്നെ ഫീൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചില്ലുവാ ആ ഒരു സംഭവം ഉണ്ടല്ലോ,
മെല്ലെ എന്നൊക്കെ പറഞ്ഞപ്പോ എന്തൊരു ഒതുക്കി. മോന്റെ ഓൾറെഡി മോന് അങ്ങനെ ഒരു നല്ല ഫീല് ദൈവം തന്നിട്ടുണ്ട്. അതൊന്നും പഠിപ്പിച്ചാൽ കിട്ടുന്നതല്ല. എന്താ സ്വതസിദ്ധമായി ഒരു ഇൻബോൺ ടാലന്റ് ആണ് മോന് കിട്ടിയിരിക്കുന്നത്. രസകരമായിട്ട് പാടി. എന്ത് തോന്നുന്നു? നന്നായിട്ട് അവനവന്റെ കഴിവിനനുസരിച്ച് പാടാൻ പറ്റിയോ? പറ്റി. പിന്നെ ഇടയ്ക്ക് എന്ത് പറ്റി? ഇച്ചിരി വിഴുങ്ങിയത് എന്തിനാ? അത് ഇടയ്ക്ക് എന്താ തൊണ്ട ഡ്രൈ ആയി പോയപ്പോ മോയ്സ്ചറൈസർ പെരട്ടണം. അതിന്റെ കുറവാണത്. ദൈവമേ, ഇനി ഞാൻ പറഞ്ഞത് ക്രീമെല്ലാം എടുത്ത് തൊണ്ടയ്ക്കകത്തോടൊന്നും കയറ്റി പെരട്ടണ്ടാട്ടാ. നന്നായിട്ട് വെള്ളം കുടിച്ചാൽ മതി. പിന്നെ ടെൻഷന്റെ ഒന്നും ആവശ്യമില്ല. മിടുക്കനായിട്ട് പാടുന്നുണ്ടല്ലോ. നല്ല സൗണ്ട് അല്ലേ? നല്ല ശബ്ദം. നന്നായിട്ട് പാടാൻ പറ്റുന്നു. നല്ല എൻജോയ് ചെയ്ത് പാടിയെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. ഓക്കെ മോനെ. താങ്ക് യു. അദ്വൈതേ, നന്നായിട്ട് പാടി. എനിക്ക് ഭയങ്കര അതിശയമായി. ഈ ചെറിയ കുട്ടികൾ എങ്ങനെ എത്ര ഫീൽ കൊടുത്ത് പാടുന്നത് വെച്ചാൽ ഭയങ്കര അതിശയമാണ്. അത് വളരെ വളരെ നല്ലൊരു ആസ്പെക്റ്റ് ആണ്. പണ്ട് ഞങ്ങളൊക്കെ ചെറുപ്പമായിരുന്നു വെച്ചാൽ നിങ്ങളുടെ പ്രായമൊന്നുമല്ല, ഈവൻ കോളേജിലൊക്കെ പഠിക്കുമ്പോഴും നമ്മൾ ഈ സംഗതികളൊക്കെ ശരിക്കും വരുന്നതെന്നാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. അല്ലാതെ അങ്ങ് ഫീലിനെ പറ്റിയൊന്നും അങ്ങനെ ചിന്തിച്ചില്ല. ഏതെങ്കിലും നല്ല പാട്ടുള്ള ഒരു എന്നുള്ള സംഗതിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നല്ലാതെ ആ ലിറിക്സ് അറിഞ്ഞ് ആ ഫീൽ എങ്ങനെ കൊടുക്കണം എന്നുള്ളത് ഞങ്ങൾക്കൊന്നും പോലും അറിവ് ഉണ്ടായിരുന്നവർ. പിന്നെ പാടി വന്നപ്പോഴാണ് ഇതിനെപ്പറ്റി മനസ്സിലാക്കി പിന്നെ പാടാൻ തുടങ്ങിയത്. പക്ഷെ ഇന്നത്തെ കുട്ടികൾ ഒരു പാട്ട് കേട്ട ഫീലോടുകൂടി തന്നെയാണ് പഠിക്കുന്നത്. പക്ഷെ ഞാൻ ചാനലുകാരെയാണ് പറഞ്ഞത്, കുട്ടികളെ ഗ്രൂം ചെയ്യുന്ന അനൂപാണല്ലേ, അത് തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നു. എന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു കിൻഡിൽ ചെയ്യാതെ, അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ഐഡിയ കിൻഡിൽ ചെയ്യാതെ അവർക്ക് കിട്ടാൻ വഴിയില്ല. അതുകൊണ്ട് അത് ഭയങ്കര ഒരു ആസ്പെക്റ്റ് ആണ്. കുട്ടികളുടെ ഭാവമുഖ്യം സംഗീതം എന്നാണ് പറയണത് ആപ്തവാക്യം. അപ്പൊ ആ ഭാവം അറിഞ്ഞ് ബാക്കി സംഗതികളോ ശ്രുതി വേരിയേഷൻസ് അങ്ങനെ ഇങ്ങനെ വരുന്നതൊക്കെ ഇപ്പൊ മോന്റെ വിഴുങ്ങി അതൊക്കെ സാധാരണ സംഭവിക്കുന്നതാണ്. ഡ്രൈ ആവണത്, പേടി കൊണ്ട് വിഴുകണത്. ഞാനൊക്കെ അങ്ങനെയൊക്കെ ഇഷ്ടമായി നടന്നിട്ടുണ്ട്. പേടിച്ചിട്ടെല്ലാം വിഴുങ്ങി അങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ ഒരുമാതിരി വെളുത്ത വിളറി അങ്ങനെയൊക്കെ വരാറുണ്ട്. അതൊക്കെ സാധാരണ കാര്യങ്ങളാണ്. അതൊന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കണ്ട. പക്ഷെ ആ പാട്ട് സാഹിത്യം അറിഞ്ഞ ആ സെൻസ് അറിഞ്ഞു പാടുക എന്ന് പറഞ്ഞത് വലിയൊരു ആസ്പെക്റ്റ്. അപ്പോൾ അത് നന്നായിട്ട് മോനത് ചെയ്തു. പിന്നെ ഈ എല്ലാ ദൂതുമായും കേട്ടോ നന്നായിട്ട് പാടി. നല്ല ഇതായിരുന്നു. മേഘമേ അത് വളരെ നന്നായിട്ട് പാടി. ആ മേഘം ആ എൻഡിങ് ഒക്കെ നന്നായിട്ട് പാടി. താഴെ മാത്രമേ എനിക്ക് തോന്നി മോന്റെ വോയിസിന് കുറച്ചുകൂടെ ഒരു സ്റ്റെഡിനെസ് വേണം. അത് ചെറിയ പ്രായതുകൊണ്ടായിരിക്കാം. താഴെ ആകുമ്പോൾ കുറച്ചൊരു ഷിവറിങ് പോലെ തോന്നി. അത് പ്രാക്ടീസ് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ. നന്നായിരുന്നു മോനെ. അത് ഈ നല്ലൊരു മെലഡി ഈ പിയാനോട് കൂടെ കോർഡിനേറ്റ് ചെയ്ത് പാടിയത് വളരെ നന്നായി. നല്ല ഭാവിയുണ്ട് മോനെ. ഓക്കെ, താങ്ക് യു സോ മച്ച് ചേച്ചി. അപ്പം അദ്വൈത്, മേഖല, നമ്മള് പ്രേക്ഷകർ വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ അനൂപ് എവിടെ പോയി. നമ്മുടെ അനൂപിന്റെ ഒരു പ്രസൻസ് നമുക്ക് ഭയങ്കര ഒരു ശക്തി നൽകുന്ന ഒരു പിള്ളേർക്കാണെങ്കിലും ചേച്ചി പറഞ്ഞതുപോലെ ഇത്രയും നന്നായിട്ട് ഗ്രൂം ചെയ്യിപ്പിക്കുന്നതിൽ നേരത്തെ വന്ന് ഒരാഴ്ച മുമ്പൊക്കെ വന്ന് പുള്ളി വളരെ കഷ്ടപ്പെട്ട് അങ്ങനെ ചെയ്യാൻ ഒരു പിന്നണി ഗായകന് സാധാരണ തയ്യാറാവത്തില്ല. അത്രയും നല്ലൊരു മനസ്സുള്ള വ്യക്തി എവിടെ പോയി എന്നൊരു ചോദ്യത്തിന് ഒരു ഉത്തരം നമ്മൾ പറയണം. കാരണം അദ്ദേഹം 1 മാസത്തെ അമേരിക്കൻ ട്രിപ്പിനൊക്കെ പോയി ഓടി ഇങ്ങോട്ട് സന്തോഷത്തോടെ ബോംബെ ഇറങ്ങി ഇങ്ങോട്ട് വരുന്ന വഴിയില് എസ്കലേറ്ററിൽ കയറി പെട്ടെന്ന് ഇങ്ങ് തിരുവനന്തപുരം എത്താന്ന് വിചാരിച്ചു. സ്റ്റെപ്പ് കിടപ്പുണ്ടായിരുന്നു. പക്ഷെ ഒരു മോശ സമയം എന്നൊക്കെ പറയുന്ന പോലെ ഒന്ന് ചെറുതായിട്ട് കാല് വഴുതി ഇപ്പോ അധോലോകത്തിൽ പെട്ട്, അതായത് മുംബൈയില് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അപ്പൊ ഞാൻ തമാശ രീതി പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ അത് വീണ് കിടക്കുമ്പോഴേ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. അപ്പൊ അനൂപിനെ സ്നേഹിക്കുന്നവര്, അനൂപിനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ പ്രാർത്ഥിക്കുക. അനൂപ് തീർച്ചയായിട്ടും സർവ്വശക്തിയോടുകൂടി നിങ്ങളെ ഗ്രൂം ചെയ്യിപ്പിക്കാൻ തിരിച്ചു വരുന്നതായിരിക്കും എന്ന് അനൂപിന്റെ സ്വന്തം വക്താവ്. അപ്പം നല്ല കമന്റ്സ് ഒക്കെ നമ്മൾ കേട്ടു. ഇനി മാർക്സ് എങ്ങനെയുണ്ട് നോക്കാം അല്ലെ? ഓക്കെ, ഔട്ട് ഓഫ് 30 ബിചേട്ടാ 27, റിമി ചേച്ചി 27.25. 27.25 ചേച്ചി. ഔട്ട് ഓഫ് 30 27.5. 27.5. ഇനി ഓവറോൾ പെർഫോമൻസ് ഔട്ട് ഓഫ് 10 എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഔട്ട് ഓഫ് 3 ചേച്ചി. മോനെ എക്സ്പ്രഷന് 3 3 തരാം. പക്ഷെ അല്ല, ഇത് കൂടെ നന്നാക്കാൻ എനിക്ക് തോന്നുന്നു എക്സ്പ്രഷൻ കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഞാൻ ഇപ്പൊ 2.75 തരുന്നു. 2.75 ചേച്ചി. ഔട്ട് ഓഫ് 4 മോന് 3.25 തരാം. 3.25. വിചേട്ടാ ഔട്ട് ഓഫ് 3. Out of 3, 2.75 again. 2.75. Your total score is 90.75 on 100. നല്ല സ്കോറാണ്. പിയാനോ റൗണ്ടിൽ എല്ലാരും 90 ഒക്കെ മേടിക്കുന്നുണ്ടല്ലോ. എല്ലാവർക്കും അങ്ങനെ തന്നെ ആവട്ടെ അല്ലേ? ഓക്കെ, അപ്പം ഇനി അടുത്ത റൗണ്ടിൽ കാണാം. ഓക്കെ, രാജൻ ചേട്ടാ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് യുവർ
കലക്കി കലക്കി യുവർ കലക്കി. ആൻഡ് അദ്വൈത്, താങ്ക് യു സോ മച്ച്. അടുത്ത പ്രാവശ്യം കാണാം. ശ്രീഹരിക്ക് ഷൈൻ ചെയ്യണേ ചുരുങ്ങിയത് ഇത്തരം ഒരു പാട്ടെങ്കിലും വേണം. മോനെ അതിഗംഭീരമായിരുന്നു. ഈ കുട്ടി എന്തായാലും നമ്മുടെ ഫൈനൽ ഒരു 5 അല്ലെങ്കിൽ ഒരു 10 എന്തായാലും വരും. നല്ല ഫീലിംഗ് ആയിരുന്നു. മോള് പാടിയത് വളരെ നല്ല ഫീലിംഗ് ആയിരുന്നു. Jai Hind TV, for the family, for the nation. അടുത്തതായി ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് പെർഫോമറിനെ വേദിയിലേക്ക് വിളിക്കാം. സിംഗ് ഫോർ ഫൺ റൗണ്ടുമായി എത്തുന്നു നമ്മുടെ സ്വന്തം ശ്രീഹരി. ലെറ്റ്സ് വെൽക്കം ശ്രീഹരി. ശ്രീഹരി, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോസ്റ്റ്യൂം. ഇന്ന് കോമഡി റൗണ്ട് ആണ്. ഏത് സോങ്ങാ? ഇളമയിതോ ഇതോ. ഓക്കെ. കോമഡി കുറെ ഉണ്ടാവോ? കോമഡി എലമെന്റ് നിറഞ്ഞ സോങ് ആയിരിക്കോ? അങ്ങനെ ആയിരിക്കണം പെർഫോമൻസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഫിലിം ന്യൂസിലേക്ക് സ്വാഗതം. എണീറ്റ് ബോഡി പെണ്ണെ മരിച്ചിനി വിളയിൽ നിന്നും അമ്മണിക്കൊണ്ടൊരു ചിമ്മിനി, ദേവദാസിന്റെ അഭിലാഷവും പിന്നെ ജൂനിയർ ഐഡലും എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഫെഡറിക് ബാബു രചനയും സംവിധാനവും നിർവഹിക്കുന്ന പുതിയ ചിത്രത്തിൽ സന്തോഷ് പണ്ഡിറ്റ് നായകനാകുന്നു. ഈ ചിത്രത്തിന്റെ തമിഴ് ഗാനം ആലപിച്ചിരിക്കുന്നത് സംഗീതം പഠിക്കണം എന്ന മോഹവുമായി സിംഗത്തിന്റെ മടയിൽ ചെന്നെത്തിയ മാസ്റ്റർ ശ്രീഹരിയാണ്. ഈ ചിത്രത്തിന്റെ ഗാനരംഗത്തിന്റെ ചിത്രീകരണം പത്തനംതിട്ട ഗവിയിൽ പുരോഗമിക്കുന്നു.
ഞാൻ തലപ്രാന്തെടുത്ത് കിടക്കുന്ന ഡയറക്ടർ. അപ്പൊ ഇവനോ? ഈ പടത്തിൽ പാട്ട് പ്രാന്തെടുത്ത് കിടക്കുന്ന പാട്ടുകാരൻ. അനിയ ഇങ്ങ് വാടാ. എന്താ അമ്മ ഇനി സന്തോഷ് പണ്ഡിത്തിന്റെ പടത്തിൽ പാടാൻ വരൂടാ? വരൂല. ഇനി പാടാൻ വന്ന തല മുണ്ടനം ചെയ്ത് പളനിക്കയക്കും. പോടാ. അവന്റെയൊക്കെ ഷൂട്ടിങ്. ശ്രീഹരി, യു വേർ അമേസിംഗ്. സിംഗിങ് പറയുകയാണെങ്കിൽ ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. ഈ പിന്നെ ഈ കോമഡി എലമെന്റ് മോൻ ശരിക്കും അതിന്റെ ഒരു പാർട്ട് തന്നെയായിരുന്നു. നന്നായിട്ട് അതുമായിട്ട് കോർഡിനേറ്റ് ചെയ്തു. അതിന് ശ്രീഹരിക്ക് വലിയൊരു കൈയടി കൊടുക്കാം. എല്ലാം നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തു. ഇനി നമുക്ക് കമന്റ്സ് അറിയാം അല്ലെ? ചേച്ചി പറയുന്നൊന്നും കേൾക്കണ്ട, ജഡ്ജസ് പറഞ്ഞാൽ മതി അല്ലേ? അങ്ങനെയൊന്നുമില്ല. ഓക്കെ ജഡ്ജസ്. ശ്രീഹരി സാർ, ശ്രീഹരിക്ക് ഷൈൻ ചെയ്യണമെങ്കിൽ ചുരുങ്ങിയത് ഇത്തരം ഒരു പാട്ടെങ്കിലും വേണം അല്ലേ? എന്നാലൊരു 100% ഔട്ട്പുട്ട് വരുള്ളൂ. എന്നാലും നന്നായി, ഒരു കുറവ് പോലും വന്നില്ലെന്ന് മാത്രമല്ല ശ്രീഹരിയുടെ ഒരു ആറ്റിറ്റ്യൂഡും ഒരു കോൺഫിഡൻസ് ലെവലും ആ പാട്ടിനെ ഒരുപാട് സഹായിക്കുകയും ചെയ്തു കേട്ടോ. കീപ് ഇറ്റ് അപ്പ്. താങ്ക്സ്. എനിക്ക് ഇഷ്ടപ്പെട്ടു മോനെ. കാരണം ആ പാട്ടിന് വേണ്ട ആ ഒരു പവറ്, പിന്നെ SPB സാറിന്റെ സിംഗിങ് സ്റ്റൈല്, അദ്ദേഹത്തിനെ കൊണ്ട് മാത്രം പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട് ഏത് വോയിസിൽ പാടാനും. പിന്നെ എന്താണ് ആ സംഭവം സൗണ്ടൊക്കെ ഭയങ്കര രസമായിട്ട് തന്നെ മോൻ ചെയ്തു. അതൊന്നും അതുപോലെ വന്നില്ലെങ്കിൽ ആ പാട്ട് അത്ര നമുക്കൊരു ഫീൽ ചെയ്യത്തുമില്ല. കാരണം ഇന്ന് വരെ എല്ലാവരും സ്റ്റേജിൽ മലയാളികൾക്ക് എല്ലാവർക്കും ബൈഹാർട്ടായ ഒരു പാട്ടാണിത്. കാരണം ഒരു ഫൈനലൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു പ്രോഗ്രാമിന്റെ ഒക്കെ അവസാന ഘട്ടത്തിൽ ആരെങ്കിലും ഇത് പാടിയിരിക്കും. മോൻ നല്ല രസമായിട്ട് ഒരു എനർജറ്റിക് ആയിട്ട്, പിന്നെ ആ പാട്ടിന് പിന്നെ താൻ സകലകല ആ റേഞ്ചൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അതൊക്കെ പ്രശ്നമില്ലാണ്ട് എടുത്ത് എങ്ങനെ തോന്നുന്നു? നന്നായിട്ട് പാടാൻ പറ്റിയോ? ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും. അതുപോലെ തന്നെ മേഘന പറഞ്ഞ പോലെ സ്കിറ്റിന്റെ ഇടയിലൊക്കെ പിന്നെ ലാസ്റ്റ് പോയി അവരുമായിട്ടൊരു കോർഡിനേഷൻ ഉണ്ടായിരുന്നു. പ്രാവശ്യം അവരുടെയും തീർച്ചയായിട്ടും അവർ കുറെ കഷ്ടപ്പെട്ട് അവര് നമ്മുടെ അടുത്ത് പറഞ്ഞു, റിമി പാട്ടെല്ലാം ലവ് സോങ്സ് ആയി പോയി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതുമായിട്ടൊരു തീം പറ്റുന്നില്ല, അതാ പറ്റി പോകുന്നത്. പക്ഷെ എന്നാലും അവർ മാക്സിമം ട്രൈ ചെയ്ത് അവർ ഇത്രയും ഒരു കഷ്ടപ്പെട്ട് പ്രത്യേകിച്ച് ലേഡിയൊക്കെ ബീച്ചേട്ടൻ എന്റെ അടുത്ത് ചോദിക്കും അത് പെണ്ണാണോ ആണാണോ എന്ന്. അത്രയും നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിൽ നന്നായിട്ട് ഒരുങ്ങി അവരൊത്തിരി കഷ്ടപ്പെട്ട് അവർക്ക് നല്ലൊരു കൈയടി കൊടുക്കണം. അവരെന്നെ കുറെ ഹെൽപ്പ് ചെയ്തു. ഇന്നലെ രാത്രിയിലും വരെ കുറെ വൈകിട്ടും ഞാൻ എത്തിയപ്പോ കുറെ വൈകിയായിരുന്നു. എന്നിട്ടും എന്നെ വിളിച്ച് പ്രാക്ടീസ് ചെയ്യിക്കാനൊക്കെ കുറെ ഡയലോഗൊക്കെ കൃത്യമായിട്ട് പറയണം, സപ്പോർട്ട് ചെയ്തെന്ന് അല്ലേ? എന്തായാലും മോൻ നന്നായിട്ട് പാടി കേട്ടോ. ഓക്കെ മോനെ അതിഗംഭീരമായിരുന്നു. താങ്ക് യു. ഞാൻ പാട്ട് ശ്രദ്ധിക്കണോ സ്കിറ്റ് ശ്രദ്ധിക്കണോ നോക്കി ഇങ്ങനെ എനിക്കായിരുന്നു കൺഫ്യൂഷൻ ശരിക്കും. നന്നായിട്ട് പാടി മോൻ. ഈ ഒരു ടൈപ്പ് ഓഫ് സോങ് വളരെ നന്നായിട്ട് പാടി. ഈ മോന്റെ ഈ വിജയത്തിന്റെ പിന്നിൽ എന്താണെന്ന് വെച്ചാൽ മോൻ എനിക്ക് തോന്നുന്നു ഒരു ടെൻഷനോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തൊരു ബൈ നേച്ചർ അങ്ങനെയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ കോൺഫിഡൻസ്. ഇതൊക്കെ ആണെങ്കിലും മോൻ ഒരിക്കലും ഡിസ്റ്റർബ്ഡ് ആവണില്ല, മോന് ടെൻഷനില്ല. സ്റ്റേജ് എന്ന് പറഞ്ഞ അങ്ങനെ ഒരു ഇൻഹിബിഷൻ ഇല്ല. അത് വലിയൊരു പോസിറ്റീവ് ആസ്പെക്റ്റ് ആണ്. പിന്നെ അതുപോലെ അവര് നല്ല ഒരു കോമഡി ഇങ്ങനെ ഒരു സോങ്ങിന് എന്ത് ടൈപ്പ് ഓഫ് അപ്രോച്ച് വേണം എന്നുള്ളതിന്റെ നല്ലൊരു എക്സാമ്പിൾ ആയിരുന്നു ഇത്. നല്ല ആ സോങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള നല്ല ഒരു ശരിക്കും നല്ല ബന്ധമുണ്ട്. സോങ്ങിന്റെ കോണ്ടെക്സ്റ്റും കണ്ടന്റും ഈ കോണ്ടെക്സ്റ്റും വളരെ ബന്ധമുള്ള ഒന്നായിരുന്നു. പിന്നെ ഈ പറഞ്ഞ മാതിരി മേഘന പറഞ്ഞ മാതിരി യു വെയർ എ പാർട്ട് ഓഫ് ഇറ്റ്.
എന്ന് വെച്ച് മോന്റെ പാട്ടിൽ ഒരു ലേശം പോലും ഒരു പിന്നെ ഒരു മൈനസ് പോയിന്റ് ഉണ്ടായില്ല. അത് മോൻ അതില് വൺ ഓഫ് ദ ടീമായിട്ട് മോൻ അത് ആക്ട് ചെയ്യുകയും ചെയ്തു. മോൻ അതുപോലെ മോന്റെ പാട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്തു. നല്ല ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. ഇങ്ങനെ തന്നെ എന്നും ആ ഒരു കോൺഫിഡൻസോടുകൂടി പോകാനായിട്ട് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നല്ല ഒരു ട്രീറ്റ്, വിഷ്വൽ ആൻഡ് ഓഡിയോ ട്രീറ്റ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. ഇതിലപ്പുറം എന്ത് വേണം അല്ലേ? നല്ല കമന്റ്സ് ആണ്. അപ്പുറം മാർക്ക് വേണം. അത് നമുക്ക് വാങ്ങിക്കാം. ഓക്കെ, അതിലേക്ക് പോവാം. ഔട്ട് ഓഫ് 30 ബീച്ച് ചേട്ടാ 28.25. 28.25. ചേച്ചി 28. ചേച്ചി ഔട്ട് ഓഫ് 30 28. അഗെയിൻ 28. പോരെ? എന്നാ താങ്ക് യു. ഇനിയും ഉണ്ടോ? ചോദിച്ചോ. എക്സ്പ്രഷന് 2.75. 2.75 on 3. ചേച്ചി സ്റ്റൈൽ, ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർഫോമൻസിന് എന്തിനു കുറയ്ക്കണം? നല്ല സ്റ്റൈലായിരുന്നു, നല്ല ആറ്റിറ്റ്യൂഡ് ആയിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു, പാട്ടിന് ഒട്ടും ബാധിച്ചില്ല. അതുകൊണ്ട് 4ൽ 4. ഫുൾ സ്കോർ. ചേച്ചി മോന്റെ ആ ഇൻവോൾവ്മെന്റ് വിത്ത് ദ ടീം നമ്മൾ നോക്കിയാലും മോന് ഫുൾ 3 out of 3. Again full 3 on 3. Shriyari, your total score is 94 on 100. Nice score. ഇനി ഇത് തന്നെ ഈ ഒരു സ്പിരിറ്റ് തന്നെ വെക്കണം. ഐ നോ യു ആർ വെരി കോൺഫിഡന്റ് അബൌട്ട് യു. അപ്പം ഈ കോൺഫിഡൻസ് ലെവലും എല്ലാം ഇതേപോലെ തന്നെ കീപ്പ് അപ്പ് ചെയ്യുക. നല്ല പെർഫോമൻസ് ആണ് ഞങ്ങൾ അടുത്ത റൗണ്ടിൽ പ്രതീക്ഷിക്കുന്നത്. ഗുഡ് ലക്ക്. താങ്ക് യു. ഈ കുട്ടി എന്തായാലും നമ്മുടെ ഫൈനൽ ഒരു 5ൽ അല്ലെങ്കിൽ ഒരു 10ൽ എന്തായാലും വരും. നല്ല ഫീലിംഗ് ആയിരുന്നു. മോള് പാടിയത് വളരെ നല്ല ഫീലിംഗ് ആയിരുന്നു. ഈ പാട്ട് മോൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള പാട്ടാണ്. Junior Idol Season 2. Jai Hind TV, for the family, for the nation. ITL World Junior Idol Season 2 ഇന്നത്തെ എപ്പിസോഡിൽ അടുത്തതായി നമ്മുടെ ഫൈനൽ പെർഫോമൻസ് ആണ്. സിംഗ് വിത്ത് പിയാനോ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ എത്തുന്നു നമ്മുടെ സ്വന്തം ഭാഗ്യലക്ഷ്മി. ഹായ് ബായ് കുട്ടി. ഹായ്. ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. താങ്ക് യു. നല്ല രസമുണ്ട്. ആ തൂവലും ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇന്ന് ഭംഗിയായിട്ട് ഏത് പാട്ടാ പാടാൻ പോകുന്നതെന്ന് മോള് പറയണ്ട. പിന്നെ ആരുടെ ചോദിക്കാം? ചേച്ചിയുടെ അടുത്ത് ചോദിക്കാം. ചേച്ചി വന്നിട്ടുണ്ടോ? ആ, അപ്പൊ അച്ഛൻ, അമ്മ, ചേച്ചി പറയൂ. ഇന്ന് അനിയത്തി കുട്ടി ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? മിന്നലെ എന്ന മൂവിയിലെ വസീകര എന്ന പാട്ട്. വെരി നൈസ് സോങ്. നല്ല സോങ് സെലക്ഷൻ ആണ്. നന്നായിട്ട് പാടാം. ഓൾ ദ ബെസ്റ്റ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ, അപ്പൊ തകർക്കണം, കാണിച്ചു കൊടുക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ലെറ്റ്സ് വാച്ച് ഇറ്റ്. வசீகரா நெஞ்சினிக்க உன் பொன்மடியில் தூங்கினால் போதுமதே கணம் என் கண்ணுறந்தால் முன் ஜென்மங்களின் ஏக்கங்கள் தீரும்
வசீகரா என் நெஞ்சினிக்க உன் பொன்மடியில் தூங்கினால் போதுமதே கணம் என் கண்ணுறந்தால் முன் ஜென்மங்களின் ஏக்கங்கள் தீரும் நான் நேசிப்பதும் சுவாசிப்பதும் உந்தையவால் நானே ஏங்குகிறேன் ஏங்குகிறேன் உன் நினைவால் நானே அடிமழை வரும் அதில் நனைவோமே குளிர் காய்ச்சலோடு ஸ்நேகம் ஒரு போர்வைக்குள் இரு தூக்கம் குலு குலு பொய்கள் சொல்லி என்னை வாழ்வாய் அது தெரிந்தும் கூட அன்பே மனமதைதான் எதிர்பார்க்கும் போகாமல் தினம் வீட்டிலே நீ வேண்டும் சில சமயம் விளையாட்டால் உன் நாடைக்குள்ளே நான் வேண்டும் வசீகரா என் நெஞ்சினிக்க உன் பொன்மடியில் தூங்கினால் போதுமதே கணம் என் கண்ணுறந்தால் முன் ஜென்மங்களின் ஏக்கங்கள் தீரும் 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 தினவும் நீ குளித்ததும் என்னை தேடி என் சேலி நுனியால் உந்தன் தலை துடைப்பாயே அது கவிதை திருடன் போல் பதுங்கியே தேடி நின்று பின்னால் இருந்து என்னை நீ நினைப்பாயே அது கவிதை யாரேனும் மணி கேட்டால் அது சொல்ல கூட தெரியாது காதலினும் முடிவினில் கடிகார நேரம் கிடையாது வசீகரா என் நெஞ்சினிக்க உன் பொன்மடியில் தூங்கினால் போதுமதே கணம் என் கண்ணுறந்தால் உன் ஜென்மங்களின் ஏக்கங்கள் தீரும் நான் நேசிப்பதும் சுவாசிப்பதும் உந்தையவால் நானே ஏங்குகிறேன் ஏங்குகிறேன் உன் நினைவால் நானே ഭാഗ്യക്കുട്ടി നന്നായിരുന്നു. താങ്ക് യു. ഒന്നും പറയാനില്ല. റാൽഫിൻ ചേട്ടാ അഗെയിൻ ഹാറ്റ്സ് ഓഫ്. നന്നായിരുന്നു. കോറസ് ഇടയ്ക്ക് വെച്ച് പറ്റിച്ചു അല്ലേ? ടൈമിംഗ് തെറ്റിപ്പോയി. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ജഡ്ജസിന്റെ അടുത്ത് ചോദിക്കാം. ആരടുത്ത് ചോദിക്കണ്ടേ? റിമി ചേച്ചി. റിമി ചേച്ചി മോളു നല്ല രസമായിട്ട് പാടി കേട്ടാ. താങ്ക് യു. മിന്നലെ എന്ന സിനിമയിലെ ഈ പാട്ട് ഇന്നും എല്ലാവരും പുതുമയോടെ എത്ര കേട്ടാലും മതി വരുന്നില്ല. എന്തോ ഒരു പ്രത്യേകത, ഒരു മാജിക് ഉണ്ട് ആ പാട്ടില്. അതിന്റെ വിഷ്വൽ ഉൾപ്പെടെ. അത് മാത്രമല്ല പറഞ്ഞ മോക്ക് പറ്റിയ പാട്ട്. മോള് വന്നിരുന്നപ്പോ തന്നെ എനിക്കറിയാം, എനിക്ക് അത്ഭുതം തോന്നുന്നില്ല. കാരണം മോളുടെ ഇതിനു മുമ്പത്തെ പെർഫോമൻസ് കണ്ടപ്പോ തന്നെ മോളെ നമ്മള് വിലയിരുത്തി കഴിഞ്ഞു.
ഈ കുട്ടി എന്തായാലും നമ്മുടെ ഫൈനൽ ഒരു 5 അല്ലെങ്കിൽ ഒരു 10 എന്തായാലും വരും എന്ന് നമ്മളെല്ലാവരും വിധി എഴുതിയ ഒരു കുട്ടിയായിരുന്നു. അപ്പം കാരണം ഒരു പ്രത്യേക ശബ്ദമാണ് മോളുടെ ഏറ്റവും എന്ത് വ്യത്യസ്തമായ ശബ്ദത്തിന് ഉടമകള്. അതാണല്ലോ ശരിക്കും ഒരു പിന്നണി ഗായകർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതും. അവരുടേതായ സ്വന്തമായ ഒരു വ്യക്തിത്വം സൃഷ്ടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. എന്നാലേ അവർക്ക് ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. അത് ഇവിടെയുള്ള കുട്ടികൾക്ക് ധാരാളമായിട്ട് കിട്ടിയത് തീർച്ചയായിട്ടും നിങ്ങളുടെ വലിയൊരു ഭാഗ്യമാണ്. മോള് രസമായിട്ട് പാടി. പിയാനോയുടെ കൂടെ വരുമ്പോ ഈ പാട്ട് നമ്മളെ വേറൊരു ലോകത്തിലൂടെ നമ്മളെ കൊണ്ടുപോയി. പിന്നെ സാരമില്ല കോറസുമായിട്ട് അല്ലെ. പിന്നെ തീരൂല തീരൂല എന്നെന്തോ പാടിയില്ല. എന്താ അത് പാടിയത്? തീരും തീരൂ തീരൂ അങ്ങനെ എങ്ങാണ്ടാന്ന് എന്റെ ഒരു ഓർമ്മ. തീരും തീരും എന്ന് വരില്ല മോളെ. ഞാനിത് കൊറേ പാടിയതാ. ഒരു 10 വർഷത്തോളം ഈ പാട്ട് പാടിയതാ. മീനിങ്ലെസ് ആയിട്ട് എന്തോ ഒരു സംഭവം അങ്ങനെ വരാം. നമ്മൾ പാടുമ്പോ ശരിക്കും തീരും തീരും അങ്ങനെ ഒരു സംഭവം. സാറില്ല ഇത്ര കുഞ്ഞു കൊച്ചി ഇത്രയും വരികൾ കാണാണ്ട് പാടിയില്ലേ. അത് തന്നെ വലിയൊരു കൈയടി കൊടുക്കണം കേട്ടോ നമുക്ക്. പിന്നെ കുറച്ച് കുട്ടികൾക്ക് പെട്ടെന്ന് ഇല ഇല ഇലെ ആ ഒരു സംഭവമാണോ പാടിയത്? എന്താ പാടിയത് അവിടെ? അവിടെയും നിങ്ങൾക്ക് ഒരു വാക്കുകൾ എന്താ പാടേണ്ടെന്ന് അവർക്ക് ഒരു സംശയം വന്നു പോയി. അതാ പറ്റിപ്പോയത്. അത് മാത്രം വലിയൊരു പോരായ്മയായിട്ടൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. മൊത്തത്തിൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഭാഗ്യലക്ഷ്മി അസലായിട്ട് പാടി കേട്ടോ. മോളുടെ സോങ് സെലക്ഷൻ ഉഗ്രനുണ്ട്. കാരണം ചിലർക്ക് ചില പാട്ടുകളല്ലേ പറ്റുള്ളൂ, ചില പാട്ടുകൾ പറ്റും എന്ന് പറയാം. അപ്പോ ഈ പാട്ട് മോൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള പാട്ടാണ്. ഈ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു തമിഴില് റഹ്മാൻ സാറൊക്കെ വന്നതിന് ശേഷം വീണ്ടും മറ്റൊരു വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു അനുഭവം തന്നൊരു പാട്ടാണ്. ശരിക്കും ഒരു ട്രെൻഡ് സെറ്റർ എന്ന് പറയാം. അതിനുശേഷം വന്ന ഒരുപാട് പാട്ടുകൾ ഇതിനെ പിന്തുടർന്ന് വന്നു. ഇതേപോലെ ഹാരിസ് ജയരാജാണ് മ്യൂസിക് കമ്പോസർ. പിന്നെ ഒരു പുതിയ സിംഗർ എന്ന് പറയാൻ പറ്റില്ല, ബോംബെ ജയശ്രീ എന്ന് പറയുന്ന കർണാട്ടിക് സിംഗേഴ്സിന്റെ കൂട്ടത്തിൽ വളരെ പേരുള്ളൊരു സിംഗറാണ്. പക്ഷെ അത് ഈ പാട്ടിലൂടെ ഒരുപക്ഷെ യുവാക്കളുടെയൊക്കെ ഒരു ഹാർട്ട് ത്രോബായി മാറിയൊരു വോയിസ് ആണ് ഈ ബോംബെ ജയശ്രീയുടെ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ശരിക്കും ഈ അത്രയും നാൾ കേട്ട് ശീലിച്ച വോയിസിൽ നിന്ന് പെട്ടെന്നൊരു ഫ്രഷ് ആയിട്ടുള്ള വോയിസ് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. അത് തന്നെ മോക്കുണ്ട്. ഒരു ബേസ് വോയിസ് ഉണ്ട്. കുറച്ചൊരു കർണാട്ടിക് ബാണി ആ പാട്ടിൽ കൊണ്ടുവന്നത് നന്നായി. അതൊക്കെ ഭംഗിയായിട്ട് മോള് ചെയ്തു കേട്ടോ. പിന്നെ അഭിമാനപൂർവ്വം പറയേണ്ടത് റാൽഫിൻ എന്റെ ജില്ലക്കാരനാണ്, എന്റെ നാട്ടുകാരനാണ്, എന്റെ പഞ്ചായത്തുകാരനാണ്, എന്റെ വാർഡുകാരനാണ്. അതിരൂപത പോലും ഒന്നാണ്. അതിലെനിക്ക് അഭിമാനമുണ്ട്, അഹങ്കാരമുണ്ട്. അപ്പോ റാൽഫിനും സെയിം അപ്രിസിയേഷൻ തരികയാണ്. അപ്പോ എന്തായാലും ഇനിയുള്ള പാട്ടുകളും ഇനിയുള്ള റൗണ്ടുകളും വളരെ കറക്റ്റ് ആയിട്ടുള്ള പാട്ടുകൾ സെലക്ട് ചെയ്യൂ മോള് കേട്ടോ. ഭാഗ്യകുട്ടി നന്നായിട്ട് പാടി കേട്ടോ. എനിക്ക് ഭയങ്കര രസം തോന്നിയത് ഭാഗ്യം നോയിക്കൊണ്ടിരിക്കാനാ. വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഫേസില് കണ്ണൊക്കെ ഇങ്ങനെ പിടിച്ച് അത് തലയിൽ ആ പൂ കാണുമ്പോൾ എനിക്ക് എന്തോ കോഴിയൊക്കെ ഓർമ്മ വന്നു. അല്ല, പൂവൻകോഴിയുടെ തല ഇങ്ങനെ നല്ല വാലൊക്കെ വെച്ചിട്ട് നന്നായിരുന്നു കേട്ടോ. എന്താ വെച്ചാ പിന്നെ കൊച്ചു കുട്ടികൾ എന്ത് കാണിച്ചാലും അതിനൊരു കൗതുകമാണ്. ഞാൻ എൻജോയ് ചെയ്തു എന്നാ പറയണത്, അല്ലാതെ മറിച്ചല്ല പറഞ്ഞത്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. വളരെ ഞാൻ കൗതുകത്തോടെ പിന്നെ നോക്കിയിരിക്കുകയായിരുന്നു. പിന്നെ എനിക്കൊന്ന് മോള് പാടി ലിറിക്സ് കറക്റ്റ് ആയിട്ടാണോ പഠിച്ചത്? കണ്ണുറന്താന്നല്ലേ മോള് പറഞ്ഞു? കണ്ണുറങ്കാന്നാ മോളെ? അതുമാതിരി ഫസ്റ്റ് വരുന്നേ മോളെ ആ ലിറിക്സ് നമ്മൾ പെട്ടെന്ന് തെറ്റുമ്പോ ശ്രദ്ധിക്കും. അതേ കണം എൻ കണ്ണുറങ്ക മുൻ ജന്മങ്ങളിൽ ഏക്കങ്ങൾ തീരും. അതുപോലെ ഞാൻ നേസിപ്പതും അവിടെ വേറെ ഒരു സ്ഥലവും കൂടെ തേങ്കുകിറേന്നാണ്. അപ്പൊ ലിറിക്സും അവള് കുറച്ചുകൂടെ ശ്രദ്ധയായിട്ട് ഒന്നുകൂടെ പഠിക്കാം. നല്ല ഫീലിംഗ് ആയിരുന്നു മോള് പാടിയത്. വളരെ നല്ല ഫീലിംഗ് ആയിരുന്നു. വോയിസും നല്ലൊരു വോയിസ്. അതുമാതിരി ഘടികാര നേരം അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ചരണത്തിലെ രണ്ടാമത്തെ ചരണമൊക്കെ വളരെ നന്നായിട്ട് പാടി. എനിക്ക് വേറെ ഒരു ചെറിയൊരിത് തോന്നി. അതായത് പിന്നെ പല്ലവിയില് കുറച്ച് ഓവർ എക്സ്പ്രഷൻ ആയി പോയോ എന്ന് തോന്നുന്നു. വേണേ കുറച്ചുകൂടെ ലിമിറ്റ്. അതുകൊണ്ട് മോളുടെ കുഴപ്പമില്ല. എന്തെന്നറിയാമോ? അയ്യോ, നിങ്ങളൊക്കെ ഞാൻ ഒരുപാട് പിന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇതൊന്നും അറിഞ്ഞ് പാടാനുള്ള ഒന്നും ആയിട്ടില്ല, എന്നാൽ പോലും നിങ്ങൾ ഇത്രയും പഠിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ അളവ്, എക്സ്പ്രഷൻ കൊടുക്കുന്നതിന്റെ ആ ഒരു അളവ് ഒന്നും അറിയാറായിട്ടില്ല. അപ്പൊ അത് കാരണം ഒന്ന്
ശ്രദ്ധിക്കാൻ ചേച്ചി വേണ്ടി ഞങ്ങൾക്ക് കിട്ടിയ 18 കണ്ടസ്റ്റൻസിലും വളരെ പ്രായം കുറഞ്ഞ ഒരു കണ്ടസ്റ്റന്റ് ആണ് ഭാഗ്യക്കുട്ടി. അല്ല ഇവരെല്ലാം കൊച്ചു കുട്ടികളല്ലേ, അപ്പൊ നമ്മൾ പോലും ഓരോന്ന് പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പൊ എനിക്ക് തോന്നി അത് അത്രത്തോളം ആ കറക്റ്റ് എന്താ പ്രിസിഷൻ അറിയാനോ ഒന്നും ആയിട്ടില്ല. എന്നാലും വളരെ ഞാൻ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം, അത് ഒരു കുറവും അല്ല കേട്ടോ, കുറ്റവും കുറവും ഒന്നുമല്ല, ഒരു ശ്രദ്ധിക്കാൻ വേണ്ടി. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ അപ്പം ശ്രദ്ധിക്കും അല്ലേ, അതിനുവേണ്ടി പറഞ്ഞു എന്ന് മാത്രം. മോളുടെ അവർ എക്സൈറ്റഡ് ആയിട്ട് പാടിയപ്പോൾ അങ്ങനെ വന്നതാവാം. ശ്രദ്ധിക്കാൻ ലിറിക്സ് മോള് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. വളരെ നന്നായി, നല്ലോണം ഇഷ്ടമായിട്ടോ മോളെ. എല്ലാം നല്ലതെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ കുട്ടിക്ക് എന്താണ് അല്ലേ അടുത്ത എപ്പിസോഡിൽ എന്തെങ്കിലും നന്നാക്കി എടുക്കാനൊക്കെ വേണ്ടേ. അതുപോലെ ടീച്ചർ നന്നായ കാര്യങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കാൻ വേണ്ടി. ഞാനൊരു ടീച്ചറല്ലേ മോളെ, അപ്പൊ അറിയാതെ അങ്ങനെ ഒരു ശീലമായിപ്പോയി. അല്ല കുറ്റം കണ്ടുപിടിക്കുന്നതല്ല, എന്തെങ്കിലും ഇങ്ങനെ നിങ്ങൾ ഇതിൽ നിന്ന് നല്ല ഇതായിട്ട് വരണ്ടേ, അതുകൊണ്ട് തോന്നി പറഞ്ഞു എന്നേ ഉള്ളൂ. വളരെ നന്നായിരുന്നു കേട്ടോ. കട്ടപ്പനയിലൊക്കെ എല്ലാരും എന്ത് പറയണു? കട്ടപ്പനയല്ലേ എന്ത് പറയണു? എപ്പിസോഡൊക്കെ കണ്ടിട്ട് ആരാധക വൃന്ദങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ലേ? എല്ലാരും പറഞ്ഞു. എന്ത് പറഞ്ഞു? ഒരാൾ പറഞ്ഞ എന്താന്ന് പറഞ്ഞു. എങ്ങനെ പാടിയെന്നൊക്കെ പറഞ്ഞു? എന്റെ പാട്ട് നല്ലതെന്ന് പറഞ്ഞു. എല്ലാവരുടെയും. ഓക്കെ മോളെ, താങ്ക് യു സോ മച്ച് ജഡ്ജസ്. അപ്പൊ മോളും ഇത്രയും സീനിയർ ആയിട്ടുള്ള ജഡ്ജസ് ആണ് മോൾക്ക് കമന്റ്സ് പറഞ്ഞത്. ബി പോസിറ്റീവ്, എല്ലാം നല്ല അതിന്റെ ആ ഒരു സ്പിരിറ്റിൽ എടുക്കുക. അടുത്ത പ്രാവശ്യം കറക്റ്റ് ചെയ്ത് വരാം. ഇറ്റ്സ് ഓക്കെ അല്ലേ? നമുക്ക് ഇനി മാർക്സ് അറിയാം. ഈ പെർഫോമൻസ് എത്ര മാർക്ക് കിട്ടുമെന്ന് നോക്കാം. ഔട്ട് ഓഫ് 30 ബീച്ചേട്ടാ. മാർക്ക് പറയുന്നതിന് മുമ്പ് ഞാൻ വോയിസിന്റെ ഒരു ഡിഫറൻസിനെ കുറിച്ച് പറഞ്ഞല്ലോ, അത് ഞാൻ ടീച്ചറെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മള് ചെറുപ്പം തൊട്ടേ കേട്ട് ശീലിച്ച കുറച്ച് ഒരു പിടി വോയിസ് അല്ലേ ഉള്ളൂ. ആയിരക്കണക്കിന് പാട്ടുകൾ കുറച്ച് പേരുടെ വോയിസിലൂടെ നമ്മൾ കേട്ടല്ലോ. പക്ഷെ അതിനിടയിൽ എപ്പോഴൊക്കെയോ മാറി വരുന്ന വോയിസുകൾ ഞാൻ ചെറുപ്പത്തിലെ ശ്രദ്ധിച്ച കൂട്ടത്തിലുള്ള ഒരു സിംഗറാണ് ടീച്ചർ. അതുപോലെ തന്നെ ലതിക ടീച്ചർ എന്നല്ലേ അല്ലെ, കാതോട് കാതോരത്തിൽ പാടിയ ടീച്ചർ. അതുപോലെ ടീച്ചറിന്റെ പാട്ടുകൾ എത്ര പൂക്കാലമിനി എന്ന് പറയുന്ന പാട്ട്, അതുപോലെ യാത്രയായി എന്ന് പറയുന്ന എൻ്റെ ഒരു ഒബ്സഷനാണ് ആ പാട്ട്. ശരിക്കും ഫേവറേറ്റ് എന്ന് പറയാൻ പറ്റില്ല, അതിനപ്പുറമാണ്. അങ്ങനെയുള്ള പാട്ട്, അത്തരം വോയിസുകൾ വരുമ്പോഴേ ഒരു ഫ്രഷ്നെസ് നമുക്ക് കിട്ടും. പുതിയ വോയിസുകളും പുതിയ ഇത് ടെക്സ്ചേഴ്സ് കേൾക്കുമ്പോൾ അന്ന് വരെ കേൾക്കാത്ത ഒരു ഫീല് നമുക്ക് കിട്ടും. ഞാൻ ബോംബെ ജയശ്രീയുടെ കുറിച്ച് പറഞ്ഞപ്പോൾ മോൾക്കും ആ ഒരു വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു വോയിസ് ഉണ്ട്, അത് കീപ്പ് അപ്പ് ചെയ്യണം കേട്ടോ. മാർക്ക് 26.5. 26.5. റിം ചേച്ചി ഔട്ട് ഓഫ് 30. മോഷ്ടിച്ചതല്ല, ഞാൻ ഓർത്തു വെച്ചിരുന്ന മാർക്ക് ഇദ്ദേഹം എടുത്ത് പറഞ്ഞു, അത് തന്നെ ഞാൻ പറയുന്നു 26.5. Again 26.5. ചേച്ചി 26.75. 26.75. And your overall performance out of 10. ബിജേട്ടാ ഔട്ട് ഓഫ് 3. എക്സ്പ്രഷന് ഞാൻ 2.5. 2.5. ചേച്ചി മോളെ സ്റ്റൈൽ, ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർഫോമൻസ് നന്നായിരുന്നു. ആ കൊഴുപ്പപ്പിനും പിന്നെ ആ ഉടുപ്പിനും നല്ല ഓറഞ്ച് വളയ്ക്കും നല്ല മിടുക്കിയായിട്ട് നല്ല പ്ലസന്റ് ആയിട്ടിരുന്ന് പാടി അല്ലെ. കാണുന്നവർക്ക് നമുക്കൊരു രസമായിരുന്നു. മോളുടെ ചേച്ചി പറഞ്ഞല്ലേ കണ്ണും കൊണ്ടൊക്കെ നല്ല ഒരു തിളക്കം അല്ലെ, ഒരു പാവക്കുട്ടി ഇരുന്ന് പാടുന്നത് പോലെ. എന്തായാലും 4 മോക്ക് 3.5 കേട്ടോ. 3.5 on 4. ചേച്ചി ഔട്ട് ഓഫ് 3. മോള് പിയാനോയ്ക്ക് പറ്റിയ ഒരു സോങ് ആയത്, വളരെ കോർഡിനേറ്റ് ചെയ്ത് പാടി. അപ്പൊ മോൾക്ക് എത്ര കൊടുക്കണം? 3 തരാം. 3 on 3. ഭാഗ്യക്കുട്ടി, your total score is 88.75 on 100. നല്ല സ്കോറാണ്. ജഡ്ജസ് പറഞ്ഞ പോലെ മോളുടെ ആ സ്റ്റൈലും വേ ഓഫ് സിംഗിങ്, യു ആർ യുണീക്ക് ഇൻ ദിസ് കോമ്പറ്റീഷൻ. ആൻഡ് എനിക്ക് തോന്നുന്നു വലിയ ആളായി കഴിഞ്ഞാൽ, വലിയ പാട്ടുകാരിയൊക്കെ ആയി കഴിഞ്ഞാൽ മോളുടെ വോയിസ് ഒരു യുണീക്ക് ആയിട്ട് തന്നെ നിൽക്കും. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അടുത്ത റൗണ്ടിൽ കാണാം. താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡ് റാപ്പ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ബട്ട് ബിഫോർ ദാറ്റ് ലെറ്റ് മീ റിമൈൻഡ് യു സംതിങ്. നമ്മുടെ സ്പോൺസേഴ്സ് ITL വേൾഡ് ട്രാവൽ മാനേജ്മെന്റ് കമ്പനിയാണ്. ലോകത്ത് എവിടെയും നിങ്ങൾക്ക് സഞ്ചരിക്കാൻ തുണയായി എപ്പോഴും ITL വേൾഡ് ട്രാവൽ മാനേജ്മെന്റ് കമ്പനി ഈസ് ദേർ. By saying that, it's me Meghna signing off from your favorite show ITL World Junior Idol Season 2. Good night, take care and bye-bye. മോന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് തോന്നിയേക്കുന്നത് അത്രയ്ക്കുണ്ട് ആത്മവിശ്വാസം. അത്രയ്ക്ക് കേപ്പബിലിറ്റി ഉള്ള സിംഗറാണ്. കടലല തൊടു നിറമാർന്നു
മോളുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ മോൾ ഇത്രയും പാടിയത് വലിയ കാര്യമാണ്. സാഗരം മാറിലേറ്റും കതിരോൻ വീണിരിഞ്ഞു. മോളെ കൊണ്ടാവുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ട് പാടി മോളെ. നല്ലൊരു പാട്ടുകാരനുപരി നല്ലൊരു അഭിനേതാവാണെന്ന് കൂടെ ഞങ്ങൾക്ക് മനസ്സിലായി. Remy Tommy and Meghna's costume sponsored by Zarina, Catholic Center, General Hospital Junction, Trivandrum.